എന്താ വെച്ചാൽ നമ്മളെ വിഷു ആഘോഷങ്ങളൊക്കെ ഏതാണ്ട് പരിസമാപ്തിയിലെത്തിയല്ലോ. വിഷുവിന്റെ ആഘോഷം നിസ്സാരമല്ലായിരുന്നു. എല്ലാവർക്കും ആനന്ദത്തെ ജനിപ്പിക്കുന്ന ആഘോഷവും വിഷുവിനെ കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ പ്രതിപാദിച്ചു. അപ്പോൾ വിഷു മുതൽ ഇങ്ങോട്ട് വന്നാൽ നമുക്ക് ഇനിയിപ്പോ വലിയൊരു ആഘോഷമാണ് പത്താം ഉദയം. അതെ അതെ അതെ. നമ്മുടെ എല്ലാ ക്ഷേത്രങ്ങളും ശിവരാത്രി പോലെ തന്നെ ഏതാണ്ട് മുഴുവൻ ക്ഷേത്രങ്ങളിലും ആഘോഷം ആനന്ദം നടക്കുന്ന, പ്രത്യേകിച്ച് ദേവി ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ദിവസമാണല്ലോ പത്താം ഉദയം. അതെ, പത്താമതയും മേടം ഒന്ന് വിഷുവുമായി കണക്ട് ചെയ്താണെന്നാണ് എന്റെ വിശ്വാസം. അതെ അതെ അതെ. അതുകൊണ്ട് ഈ മേടം വിഷു മുതൽ പത്താമതയം വരെയും പത്താമതയത്തിന്റെ പ്രാധാന്യവും എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമ്മുടെ ജനത ആചരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രണവവേദയിലൂടെ അത് പ്രതിപാദിച്ചിട്ടുള്ളത് കൊണ്ടും തീർച്ചയായിട്ടും അങ്ങേക്ക് അത് മനസ്സിലാക്കി തരാൻ പറ്റും. അതുകൊണ്ട് അങ്ങത് വിഷു മുതൽ പത്താമതയം വരെ ഉള്ള കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പ്രതിപാദിക്കണം. തീർച്ചയായിട്ടും നമുക്ക് പ്രതിപാദിക്കാം. വിഷുവിന്റെ ഒരു പ്രാധാന്യം നമ്മൾ പറഞ്ഞു. വിഷുവം എന്ന് പറയുന്ന പ്രതിഭാസമാണിത്. അതിനകത്ത് മേടമാസത്തിലെ ഈ വിഷുവം എന്ന് പറയുന്നത് നമ്മുടെ ദക്ഷിണായനത്തിൽ നിന്നും വടക്കോട്ട് ഉത്തരായനത്തിലേക്കുള്ള സഞ്ചാരമാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമയം. അതായത് സൂര്യന്റെ വടക്കോട്ടുള്ള സഞ്ചാരം, ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്കുള്ള സഞ്ചാരം മധ്യേയാണ് ഈ വിഷു എന്ന് പറയുന്ന ഈ അവസ്ഥ. അപ്പൊ സൂര്യനാണ് പ്രാധാന്യം, സൂര്യന്റെ മേടയാണ്. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തില് സംഭവിക്കുന്നത് ആകാശത്തിനാണ് പ്രാധാന്യം. അവിടെ സൂര്യന്റെ മേടയല്ല, ആകാശം ആലയമാക്കുന്ന ഇടമാണ്. ആകാശം ഡാർക്ക് എനർജിയാണ്. ആ ഡാർക്ക് എനർജി മരണകാരണമാണ്. അഗ്നി ജനനകാരണ ശക്തി ആയതുകൊണ്ട് നമ്മുടെ ഇവിടെ വസന്തം എന്ന് പറയുന്ന പ്രതിഭാസമാണ് സംഭവിക്കുന്നത്. നേരെ ഓപ്പോസിറ്റ് ദക്ഷിണാർദ്ധഗോളത്തിൽ സംഭവിക്കുന്നത് ശരത്കാലം എന്ന് പറയുന്ന പ്രതിഭാസമാണ്. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഇനി വീണ്ടും ഇവിടെ മേടം 1 എന്ന് പറയുന്നത് പോലെ തന്നെ മേടം 10 എന്ന് പറയുന്നത് പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഒരു പ്രതിഭാസമുണ്ട്. തുലാം 1 തുലാം 10 ഉണ്ട്. തുലാം 10 മരണത്തിന്റെ ഏറ്റവും കാഠിന്യമുള്ള സമയമാണ്. ഇവിടെ ജനനത്തിന് വസന്തത്തിന് പ്രാധാന്യമുള്ള ഒരു സമയമാണെങ്കിൽ മരണത്തിന് പ്രാധാന്യമുള്ള ഏറ്റവും വിഷുവത്തിന്റെ വിഷം വമിപ്പിക്കുന്ന ആ ദിവസമാണ് തുലാം 10. ഇവിടെ ധാന്യങ്ങൾ വിരിയുന്ന അല്ലെങ്കിൽ പൂക്കൾ വിരിയുന്ന വസന്തമാണെങ്കിൽ അവിടെ ജീവൻ പൊലിയുന്ന ധാന്യങ്ങൾ പൊഴിയുന്ന ഒരു കാലഘട്ടമാണ് തുലാം 10. കന്നി തുലാം മാസം, മീനം മേടം മാസം പോലെ തന്നെ വസന്തത്തിന്റെ ആരോഹണവും അവരോഹണവും പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രതിഭാസമാണ്, അസ്തമയ സ്വഭാവത്തോടു കൂടിയിട്ടുള്ള ഒരു പ്രതിഭാസമാണ്, ഡാർക്ക് എനർജിക്ക് പ്രാധാന്യമുള്ള ഒരു പ്രതിഭാസമാണ് ശരത്കാലത്തിന്റെ ആരോഹണവും അവരോഹണവും, കന്നിമാസം തുലാമാസം. ഇപ്പൊ മേട 10 പോലെ തന്നെ നേരെ ഓപ്പോസിറ്റ് ഉള്ള ഒരു പ്രതിഭാസമാണ് തുലാം 10. അപ്പൊ മേടം 1 എന്ന് പറഞ്ഞാൽ വസന്തം ആണെങ്കിൽ കന്നി തുലാം മാസം ശരത്കാലമാണ്. ശരത്കാലം എന്ന് പറഞ്ഞാൽ ശരം എന്ന് പറഞ്ഞാൽ മരണകാരണമായിരിക്കുന്ന ആയുധമാണ്. മരണത്തിന് കാരണമായിരിക്കുന്ന ശരം പോലെ എത്തുന്ന സമയമാണ്. അപ്പൊ മേട 10 എന്ന് പറയുന്നത് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ദിവസമാണ്. സൂര്യൻ ഏറ്റവും ഉച്ചരാശിയിൽ നേർരേഖയിൽ വരുന്ന സമയമാണ് ഭൂമിയുടെ. മേടം 1 ഭൂമധ്യരേഖയുടെ നേരെയാണ് വരുന്നതെങ്കിൽ ഭൂമിയുടെ നേരെയാണ് മേട 10 വരുന്നത്. ഭൂമിക്ക് 23.5 ഡിഗ്രി ചരിവുണ്ട്. അതായത് സാങ്കല്പിക അച്ചുതണ്ടില് 23 ഡിഗ്രിക്ക് മേലെ ചരിഞ്ഞിട്ടാണ് ഭൂമി സഞ്ചരിക്കുന്നത് സൂര്യന്റെ ചുറ്റും. കൽപ്പിക അച്ചുതണ്ടായിരിക്കുന്ന ആ അവസ്ഥയിൽ ഭൂമധ്യരേഖയുടെ നേരെ വരുമ്പോഴാണ് മേടമെന്നെങ്കിൽ ഭൂമിയുടെ നേരെ വരുന്നത്, ഏറ്റവും ഉച്ചിയിൽ വരുന്നത്, ഉച്ചത്തിൽ വരുന്നത് മേട 10. അതെ അതെ. ഊർജത്തിന്റെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്നത് സൂര്യനാണ്. ആ സൂര്യൻ ഉച്ചരാശിയിൽ വരുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഊർജം വിതയ്ക്കുന്ന സമയം. സൗരോർജത്തിൽ നിന്നാണ് ഈ പരമാണു 30 കൂടിയതിനെ വിതച്ചിട്ടാണ് ഭൂമിയിൽ ജീവനെ ജനിപ്പിക്കുന്നത്. അതിന്റെ ഏറ്റവും വിഷാംശത്തെ നീക്കി ഔഷധത്തെ ഏകുന്ന അവസ്ഥയിലാണ് ആ സൂര്യന്റെ ആ ഊർജം ഭൂമിയിലേക്ക്
സ്ട്രെസ് എടുക്കുന്നത്. മേടം 1 മുതൽ മേടം 10 വരെയുള്ള ദിവസം ശരിക്കും പറഞ്ഞാൽ ഉദയരശ്മിക്ക് വളരെ പ്രാധാന്യമുണ്ട്. സത്വഗുണമാണ് രാവിലെ, സൗരോർജത്തിന് സത്വഗുണമാണ്. രജോ ഗുണത്തിലേക്ക് വരുമ്പോൾ അതികാഠിന്യമാണ്. അപ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള എനർജിയാണ് ആ രജോ ഗുണം നിറയ്ക്കുന്ന ആ സമയവും. ഒരു സംശയം, ദേവീ ക്ഷേത്രങ്ങളിലാണല്ലോ കൂടുതൽ ആഘോഷിക്കുന്നതും ആനന്ദിക്കുന്നതും ഇല്ല? അതെ 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 അതെ. അതെന്താ അതിന്റെ കാരണം? മറ്റു ക്ഷേത്രങ്ങളിൽ ഇല്ല എന്നല്ല അർത്ഥം. എല്ലാ ക്ഷേത്രങ്ങളിലും പറ്റും, ദേവീ ക്ഷേത്രങ്ങളിൽ പ്രാധാന്യം കൂടും, കാവുകളിൽ പ്രാധാന്യം കൂടും. അതെന്താ അതിന്റെ കാരണം? ഈ ഓരോ സ്ഥലത്തേക്ക് ചെല്ലുമ്പോഴത്തേക്കും ഇതിന്റെയൊക്കെ പ്രാധാന്യം മനസ്സിലാവും. കളിയാട്ടം പോലെയുള്ള കലാരൂപങ്ങള്, അതുപോലെ തെയ്യങ്ങള്, കോലങ്ങള്, ഇതെല്ലാം കാവുകളിൽ സജീവമാകുന്ന ഒരു സമയമാണ്. ശ്രദ്ധിച്ചിട്ടില്ലേ? അത് വൃശ്ചിക മാസം കഴിയുമ്പോൾ മുതൽ തുടങ്ങുന്നതാണ് ഈ ഒരുക്കം. ഈ ഒരുക്കം എന്ന് പറഞ്ഞാൽ വിളകളുടെ എല്ലാം നല്ല കാലമാണല്ലോ. വിളകളുടെ നല്ല കാലമാണ്. ഈ സസ്യലോകത്തിനൊപ്പം ജന്തുലോകത്തിന്റെ ശക്തി വർദ്ധിക്കേണ്ട സമയമാണ്. അങ്ങനെ വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ട് അതിനെ വീണ്ടും ആരോഗ്യകരമായിട്ടുള്ള അന്തരീക്ഷത്തിലേക്ക് ഉത്സാഹത്തെ ജനിപ്പിച്ചുകൊണ്ട് ഉത്സവങ്ങൾ ആടിക്കൊണ്ട് കാവുകളിലെല്ലാം പ്രതിഷ്ഠാ വാർഷികങ്ങൾ ആഘോഷിച്ചുകൊണ്ട് നൂറും പാലും കൊടുത്തുകൊണ്ട് വേണ്ട രീതിയിൽ ആദരിക്കുന്ന ഒരു ചടങ്ങുണ്ട്. ഇപ്പൊ ദേവനാഗങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉത്തമ നാഗങ്ങൾക്ക് നല്ല കാലം എന്ന് പറയുന്നത്, ഇപ്പൊ കാവുകളിലെല്ലാം കാവുകളുടെ കാവാണ് കൊടുങ്ങല്ലൂര്. അപ്പൊ ഈ കാവുകളുടെ കാവായിട്ടുള്ള കൊടുങ്ങല്ലൂര് ഉൾപ്പെടെയുള്ള മുഴുവൻ കാവുകളുടെയും ഉത്സവങ്ങള്, എല്ലാ രീതിയിലുള്ള ആഘോഷ പരിപാടികള്, എല്ലാ കാവുകളും ശുദ്ധീകരിച്ച് അതിന് വേണ്ട രീതിയിൽ ആ ജീവലോകത്തെ, ഈ ദേവനാഗങ്ങളെ അല്ലെങ്കിൽ ഉത്തമ നാഗങ്ങളെ മുഴുവൻ പൂർവസ്ഥിതിയിൽ അത് അവിടെ പുനർപ്രതിഷ്ഠിച്ചുകൊണ്ട് അവിടെ ഊട്ടി ഉറപ്പിച്ച് ഇരുത്തിക്കൊണ്ടാണ് ഈ മേടത്തിലേക്ക് കയറുന്നത്. 10-ാം ഉദയത്തിനു മുമ്പ് സർവ കാവുകളും സജീവമായി ഉത്സാഹത്തിമിർപ്പിലാണ്. അപ്പൊ ഈ ഉത്തമ നാഗങ്ങൾ എന്ന് പറയുന്നത് എന്താണെന്നല്ലേ അറിയണ്ടേ? അതറിയണം. അത് മാത്രവുമല്ല, ഈ ആഘോഷം, ഈ 10-ാമത് ആഘോഷം ഇവിടുത്തെ പോലെയോ അതിലപ്പുറത്തേക്കോ വലിയ ആഘോഷമായിട്ട് മധുര മീനാക്ഷി ക്ഷേത്രത്തിൽ കൊണ്ടാടുന്നുണ്ട്. എല്ലായിടത്തും ആഘോഷിക്കേണ്ടതാണ്. നമ്മുടെ ഇവിടെ കാലോചിതമായിട്ട് ഇതിനകത്ത് ലോകം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ വളരെ ശ്രേഷ്ഠതയോടുകൂടിയിട്ട് നമ്മുടെ ശരീരത്തിലെയും ഈ പ്രപഞ്ചത്തിലെയും ഭൂമിയിലെയും സർവ്വവിഷാംശത്തെയും നീക്കുവാനായിട്ട് വിഷുവം എന്ന് പറയുന്ന ഈ പ്രതിഭാസത്തിലെ ഉത്തമമായിട്ടുള്ളത്, എനർജിയെ നിറയ്ക്കുന്ന, വിഷത്തെ ഉന്മൂലനം ചെയ്യുന്ന വിഷുവം എന്ന് പറയുന്ന ഈ മേടം 1 മുതലുള്ള മേടം 10 വരെയുള്ള ദിവസങ്ങൾ എനർജിയുടെ, ഞാൻ പറഞ്ഞില്ലേ, ഊർജ പ്രഭവ കേന്ദ്രങ്ങളായിട്ടുള്ള സൂര്യന്റെ മേട തീർക്കുന്ന, നമ്മൾ മേട തീർക്കുക എന്ന് പറയില്ലേ, ജീവന്റെ മേട തീർക്കലാണ്. അങ്ങനെ ഭൂമിയിലെ ജീവന്റെ മേട തീർക്കുന്ന ഈ സൗരോർജത്തെ, അതിന്റെ ഏറ്റവും ശ്രേഷ്ഠ അവസ്ഥയെ നമ്മൾ ഇവിടെ വേണ്ട രീതിയിൽ ആചരിക്കുന്നില്ല ഇപ്പോ. അപ്പൊ അങ്ങനെ ചെയ്യേണ്ടതുണ്ട്. നാഗങ്ങൾ എന്ന് പറഞ്ഞാൽ, സർപ്പങ്ങൾ എന്ന് പറഞ്ഞാൽ സർവ്വ ജീവജാലങ്ങളെയും പ്രതിനിധീകരിക്കുന്നതാണ്. അനന്തൻ എന്ന് പറഞ്ഞാൽ അനന്തകോടി ജീവജാലങ്ങൾ ആണ് അനന്തൻ. വാസുകി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വസിക്കുന്നവർ എന്നാണ് അർത്ഥം. ശേഷൻ എന്ന് പറഞ്ഞാൽ ശേഷിക്കുന്നവർ. അപ്പൊ ഇത്തരം ജന്തുലോകത്തെ പ്രതിനിധീകരിക്കുന്ന സർവ ജീവലോകവും നാഗലോകമാണ്. അനന്തകോടി ജീവജാലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് അനന്തൻ. അപ്പൊ അത്തരത്തിലുള്ള സർവ ജീവലോകത്തെയും, അതായത് ദേവലോകത്തിലാണ്. ദേവലോകം എന്ന് പറഞ്ഞാൽ സുരലോകമാണ്. സുരലോകം എന്ന് പറഞ്ഞാലോ സൗരോർജത്തിൽ ജീവിക്കുന്നത്, സൗരോർജത്താൽ ജീവിക്കുന്ന ജീവലോകത്തിന് ഏറ്റവും അനുഗ്രഹ വർഷം ചൊരിയുന്ന സമയമായതുകൊണ്ടാണ് ഈ ദേവനാഗങ്ങൾക്ക് അല്ലെങ്കിൽ ഉത്തമ നാഗങ്ങൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള സമയമെന്ന് പറയുന്നത്. സൗരോർജത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇത്തരം നാഗങ്ങളെ ദേവനാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനിയിപ്പോ അസുരനാഗങ്ങളുണ്ട്. അത് ജലത്തിനടിയിലാണ്, ആകാശത്തിന്റെ ആ ചൈതന്യത്തിലാണ് അത് ജീവിക്കുന്നത്. അത് വെയിലേറ്റാൽ മരിച്ചു പോകുന്നതാണ്. സൂര്യതാപം ഏറ്റെന്നാൽ സൂര്യതാപത്താൽ ഹനിക്കപ്പെടുന്നതാണ്, മരിച്ചു പോകുന്നതാണ്. പക്ഷെ ഈ
ദേവനാഗങ്ങൾ എന്ന് പറയുന്ന ആ ജീവലോകത്തിന് ഏറ്റവും അനുഗ്രഹവർഷം ചൊരിയുന്ന സമയമാണ് ഇത്. നേരെ ഓപ്പോസിറ്റുള്ള പ്രതിഭാസത്തില് ഈ അസുരനാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള സമയമാണത്. ഇപ്പൊ ദക്ഷിണാർദ്ധഗോളത്തിലെ അസുരനാഗങ്ങൾക്ക് പ്രാധാന്യമുള്ള സമയമാണ്. ഉത്തരാർദ്ധഗോളത്തിലെ ദേവനാഗങ്ങൾക്കാണ് പ്രാധാന്യം, ഉത്തമ നാഗങ്ങൾക്കാണ് പ്രാധാന്യം. സൗരനാൽ ജനിക്കുന്ന, പൂക്കുന്ന, കായ്ക്കുന്ന, ജീവിക്കുന്നതെല്ലാം സുരവർഗത്തിൽ പെടും. സൗരോർജത്തിൽ ജീവിക്കുന്നത്, സൗരോർജത്തിൽ വിളയുന്നത്, സൗരോർജത്തിൽ ചരിക്കുന്നതെല്ലാം സുരന്മാരാകുന്നു. സൗരോർജമേറ്റാൽ ജീവൻ ഹനിക്കപ്പെടുന്നത് അല്ലെങ്കിൽ മരണപ്പെടുന്നതെല്ലാം അസുരവർഗത്തിൽ പെടും. ആ സുര എന്ന് പറയുന്നതിലുള്ള വ്യത്യാസം അതാണ്. അപ്പൊ സൂര്യതാപത്തെ ശരിക്കും ഊർജമായി സ്വീകരിച്ചുകൊണ്ട് സൗരോർജത്തിൽ ജീവിക്കുന്ന മുഴുവൻ ജന്തുലോകത്തിനെയും പ്രതിനിധീകരിക്കുന്നതാണ് ദേവനാഗങ്ങൾ അല്ലെങ്കിൽ ഉത്തമനാഗങ്ങൾ. ഉത്തമനാഗങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാലമാണ് ഈ വിഷുവം എന്ന് പറയുന്ന ഈ പ്രതിഭാസം. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്തെത്തുന്ന സമയം, സൂര്യൻ ഭൂമിയുടെ നേർ ഉദിക്കുന്ന സമയം 10 അതാണ് 10. ഭൂമധ്യരേഖയ്ക്കു നേരെ എത്തുന്ന സമയമാണ് ഈ പറയുന്ന വിഷു. നമ്മളുടെ ഇവിടങ്ങളിലെല്ലാം സൂര്യപൂജകൾ ഉണ്ടായിരുന്നു, സൂര്യാരാധന ഉണ്ടായിരുന്നു ഈ മാസങ്ങളില്. അതായത് ഇതിനു വേണ്ടിയിട്ട് നമ്മള് കൃഷിയിടങ്ങളെ ഒരുക്കും. അത് ആ കൃഷിയിടങ്ങളെ ഒരുക്കി ഏറ്റവും ജൈവാവസ്ഥയിലുള്ള ഒരു രാസവളവും ഉപയോഗിക്കാതെ നെല്ലുകളെ വിളയിച്ചെടുത്ത് ആ നെല്ല് ഈ മേടത്തില് കുത്തി, അത് ഓരോ പ്രദേശം തെരഞ്ഞെടുക്കും അതിന് സൂര്യപൂജയ്ക്ക് വേണ്ടിയിട്ട്. കിഴക്കോട്ട് ചരിഞ്ഞ് വൃക്ഷങ്ങളുടെ തണലില്ലാത്ത എന്നാൽ കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമി, ഉദയരശ്മി അടിക്കാൻ പാകത്തിനുള്ള, ഉദയത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഗുണത്തെ അനുഭവിക്കാൻ പറ്റുന്ന ഉത്തമമായിട്ട് കിഴക്കോട്ട് ചരിഞ്ഞ ഭൂമിയെ സെലക്ട് ചെയ്യും. എന്നാൽ വെള്ളം ലഭ്യമായിട്ടുള്ള അത്തരം ഭൂമികള് നമ്മള് സൂര്യാരാധനയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അവിടെ ആ നാട്ടിലെ മുഴുവൻ ആളുകൾ ഒത്തുകൂടും. എന്നിട്ട് ധാന്യങ്ങൾ പൊടിക്കും, അരി പൊടിക്കും. പൊടിക്കുന്നത് അവിടെ വെച്ചാണ് പൊടിക്കുന്നത്. തലേ ദിവസം അരി പൊടിച്ച് അതിനകത്ത് വളരെ രസകരമായുള്ള കൂട്ടുകളുണ്ട്. അത് എല്ലാം ചേർത്ത് ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയില് എണ്ണയില് അപ്പം ചുട്ടെടുക്കും. ഉദയത്തിന് മുമ്പ് തൊട്ട് തുടങ്ങും ഇതിന്റെ പണി. തലേ ദിവസമാണ് ഒലക്ക വരെ കൊണ്ടുവന്ന് കഴുകി കുളത്തിലിട്ട് പൂജിച്ചൊക്കെയാണ് എടുക്കുന്നത് ഇത്. അങ്ങനെ അവിടെ ഉരലില് പൊടിച്ച് എടുത്ത് അത് നമ്മള് സൂര്യപൂജയ്ക്ക് വേണ്ടിയിട്ട് ഉദയത്തിന് മുമ്പ് അപ്പം ചുട്ട് എണ്ണയിൽ മൊരിച്ചെടുത്ത്, നെയ്യപ്പത്തിന്റെ ഏറ്റവും വലിയ അവസ്ഥയിൽ ഏറ്റവും വലിപ്പമുള്ള അപ്പങ്ങളാണ് ചുടുന്നത്. എന്നിട്ട് ആ 10-ാം ഉദയത്തിന് ഉദിച്ചു വരുന്ന ആ സൂര്യരശ്മി ഏൽക്കാനായിട്ട് മണിക്കൂറുകളോളം ഇത് പൊക്കി പിടിച്ചുകൊണ്ട് നിൽക്കും, മറിച്ചും തിരിച്ചും. എന്നിട്ട് ആ സൗരോർജത്തിൽ ഇതിനെ പാകപ്പെടുത്തിയതിനു ശേഷം ഇത് മരുന്നായി സേവിക്കും. സർവ വിഷാംശങ്ങളെയും നിർവീര്യമാക്കുവാനായിട്ട് ക്യാൻസർ ഉൾപ്പെടെയുള്ള ശരീരത്തിലെ മുഴുവൻ രോഗങ്ങൾക്കും മരുന്നായിട്ടാണ് ഈ സൂര്യനെ പൂജിച്ച സൂര്യഭഗവാന്റെ എനർജിയെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ആ പലഹാരം, ആ അപ്പം നമ്മളെല്ലാവർക്കും കൊടുക്കും. എല്ലാവരും അത് ഭക്ഷിക്കും. പൂർണ്ണ ആരോഗ്യാവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തുവാനായിട്ട് ഈ ആചരണ പദ്ധതിയിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നില്ല എന്തിനാണ് ഈ ആചരണങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നതെന്ന്. ഇപ്പൊ ദേവീക്ഷേത്രങ്ങളില് പ്രധാനമായിട്ടും അങ്ങ് കേട്ടിട്ടുണ്ടാവും, ജന്തുലോകത്തിനാണ് പ്രാധാന്യം. ദേവീലോകം എന്ന് പറഞ്ഞാൽ മാതൃലോകമാണ്. മാതൃലോകത്തിന്റെ ശക്തി അതുകൊണ്ടാണ് ദേവീക്ഷേത്രങ്ങളിൽ പ്രാധാന്യമായിട്ട് ഇത് ആഘോഷിക്കുന്നത്. ലക്ഷ്മി ലോകം എന്ന് പറഞ്ഞാൽ മാതൃലോകമാണ്. അന്ന് ഏറ്റവും കൂടുതൽ കുംഭകുടമാണ്, കുംഭകുടം. അതെ, അതിൽ നിറയ്ക്കുന്ന വസ്തു മഞ്ഞൾപ്പൊടിയും മഞ്ഞൾ അല്ലേ? അതെ അതെ അതെ. ഇപ്പൊ ഇങ്ങനെ ദേവീ ക്ഷേത്രങ്ങളില്, മാതൃലോകത്തിന്റെ ക്ഷേത്രങ്ങളില് ജീവനെ ലക്ഷീകരിപ്പിക്കുന്ന, അതായത് വൃക്ഷലോകത്തെ ലക്ഷീകരിപ്പിക്കുന്ന, നമ്മളുടെ പുരുഷ വംശത്തെ ലക്ഷീകരിപ്പിക്കുന്ന ആ ലക്ഷ്മിമാരായിരിക്കുന്ന മാതൃലോകത്തിന്റെ ആ ദേവസന്നിധിയില് വളരെ പ്രാധാന്യമുണ്ട്. ജന്തുലോകത്തിന്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് ആ ദേവവർഗത്തിൽപ്പെട്ട ഉത്തമ നാഗങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ട് അവിടെ പ്രധാന പൂജകളും കാര്യങ്ങളും എല്ലാം അവിടെ നടക്കും.
നമ്മുടെ മഹാവൃക്ഷ പ്രകൃതിയെ സംരക്ഷിക്കുന്നതിലൂടെ ജീവജാലത്തിന്റെ സംരക്ഷണമാണ് ഉറപ്പുവരുത്തുന്നത്. അതെ, ആ ജീവനാംശത്തെ കൊടുത്തുകൊണ്ടാണ് വൃക്ഷലോകവും ഇരിക്കുന്നത്. അതാണ് ശരിക്കും നടക്കുന്ന പ്രക്രിയ. അതെ, ആ ജീവനാംശമാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ മേടം 10 വരെയുള്ള ആ സൂര്യന്റെ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ആ എനർജിയാണ് നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമ്മൾ ഈ ദേവലോകത്തെ, ദേവീലോകത്തെ, ദേവീക്ഷേത്രങ്ങളെ, ജൈവലോകത്തെ നമ്മൾ പരിപാലിക്കുന്നു, ആരോഗ്യത്തിലേക്ക് തിരിച്ചെത്തിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ആചരണ പദ്ധതികളാണ് സൂര്യപൂജ ഉൾപ്പെടെയുള്ള ദേവീക്ഷേത്രങ്ങളിലെ 10ാം ഉദയ ഉത്സവങ്ങൾ സംബന്ധിച്ചിട്ടുള്ള സർവക്ഷേത്രങ്ങളിലും സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും എല്ലാം നടക്കുന്ന പ്രധാനപ്പെട്ട ഈ 10ാം ഉദയ വഴിപാടുകൾ. അപ്പൊ അതിനിടക്ക് ഓരോ കാര്യങ്ങളെ അതൊരു ആഘോഷമാകുമ്പോഴും അതിന്റെ ആചാരാനുഷ്ഠാനങ്ങളാകുമ്പോഴും നാടൊട്ടുക്ക് ഇത് ചെയ്യുന്ന സമയത്ത് ഈ ആഘോഷവേളകളിൽ പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ കൂടി ഏതെങ്കിലും ദേവസന്നിധിയിൽ നിന്നും കുംഭകുടമൊക്കെ നിറച്ച് അങ്ങനെ പോകുന്ന സമയത്ത് ശൂലം നാച്ചിൽ കുത്തി ചവളയിൽ കുത്തി അങ്ങനെ ഒരു പ്രോഗ്രാം ഇപ്പോൾ നടക്കുന്നുണ്ട്. അത് വഴിപാടായിട്ടാണ് ആളുകൾ ഭക്തന്മാർ ചെയ്യുന്നത്. അതിനെന്തെങ്കിലും ശാസ്ത്രീയമായ അടിത്തറയുണ്ടോ? എന്താണത്? പണ്ട് മുതലേ ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലോ. ഇപ്പൊ ശാസ്ത്രീയതയില്ല, ഇപ്പൊ നടക്കുന്നതിന് ശാസ്ത്രീയതയില്ല. ശാസ്ത്രീയത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ശാസ്ത്രീയതയായിരുന്നു എന്ന് പറയാമോ? അത് മൗണ്ടുകളുടെ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് കാവടി രൂപപ്രതീകമായിരിക്കുന്ന ദേശമാണ് സുബ്രഹ്മണ്യ ദേശം. കുമാരന്മാർ, പർവ്വതകുമാരന്മാർ, ജീവനെ പർവ്വതീകരിക്കുന്നതിന് കാരണമായിരിക്കുന്ന മാരിയെ കുമാരിയാക്കുന്ന, ജൈവലോകത്തെ ജനിപ്പിക്കുന്ന, ദേവസന്നിധിയെ സൃഷ്ടിക്കുന്ന, ജൈവലോകത്തെ പരിപാലിക്കുന്ന പർവ്വതകുമാരന്മാരുടെ ആ പർവ്വത ദേശങ്ങളിലെ ഭൂതഗണങ്ങളെ, ഏറ്റവും കൂടുതൽ ഭൂതഗണങ്ങളുള്ളത് സുബ്രഹ്മണ്യനാണ്. ഈ പർവ്വത ദേശങ്ങളുടെ ഭൂതഗണങ്ങളാണ്. അതായത് ദേവസേനാനിയായിട്ടുള്ള സുബ്രഹ്മണ്യന്റെ സേനയിലെ അംഗങ്ങളുടെ എണ്ണം കേട്ടാൽ ഞെട്ടിപ്പോകും. അതിനകത്ത് സംഖ്യാബലം എന്ന് പറയാവോ? സംഖ്യാബലം എണ്ണിയാൽ തീരില്ല. അന്ന് 30 മുക്കോടി എന്ന് പറയുന്ന രീതിയിലേക്ക് അതിന്റെ ഏകദേശം പകുതി വരും. ഭക്തർക്ക് വ്യക്തമാകുന്ന ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന കുറച്ചെങ്കിലും അങ്ങൊന്ന് പറയാമോ? അതിനകത്ത് ഏതാണ്ട് 15 കോടിയോളം സംഖ്യാവലിപ്പം ഉണ്ടായിരുന്നു സുബ്രഹ്മണ്യന്റെ ആ സേനയ്ക്ക്. അതിനകത്ത് കാണാൻ പറ്റുന്ന പ്രഥമ സ്ഥാനീയനായിട്ട് കാണാൻ പറ്റുന്ന ആ സേനാനിയുടെ പുറത്താണ് അദ്ദേഹത്തിന്റെ രഥം തന്നെ പോണത്. മയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തേത്. മയില് തൊട്ട് തുടങ്ങിയാൽ തവള വരെയുള്ള ജീവികള്, എലി തൊട്ട് പുലി വരെയുള്ള ജീവികള് മുഴുവൻ സുബ്രഹ്മണ്യന്റെ സേനാനികളാണ്. അതായത് സുബ്രഹ്മണ്യൻ പർവ്വതകുമാരനാണ്. ആ പർവ്വതകുമാരന്റെ ദേവസേനയിലുള്ളത് സർവ്വജീവലോകമാണ്. സസ്യലോകത്തിനൊപ്പം തന്നെ അത്രയും തന്നെ ജന്തുലോകമുണ്ട് എന്ന് പറയുമ്പോൾ ഏതാണ്ട് 15 കോടിയോളം സംഖ്യാവലിപ്പം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ അതിന്റെ എണ്ണം സംശയം വരുന്നുണ്ട്. ഈ സംശയ ദൂരീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ പർവ്വതകുമാരൻ എന്ന് പറയുന്നത് ഇവിടുത്തെ മൗണ്ടുകള്, കുന്നുകള് ആണെങ്കിൽ ഭൂമിയാണല്ലോ ശിവൻ. മണ്ണ് ഭൂമിയാണ് ശിവൻ. ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്ന ഭൂമി രൂപങ്ങളാണ് സുബ്രഹ്മണ്യൻ. അപ്പോ അതാണല്ലോ നമുക്ക് അതിന്റെ ശാസ്ത്രീയമായ അടിത്തറയോട് കൂടി തന്നെയാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതെ, സുബ്രഹ്മണ്യ പൂജ എന്നാൽ അത് പർവ്വത പൂജ എന്ന് തന്നെയല്ലേ? എന്ന് തന്നെയാണ് അർത്ഥം. പർവ്വത പൂജയാണ്. അതായത് പാർവതിയുടെ പുത്രനാണ് പർവ്വതമായിട്ട് നിൽക്കുന്നത്. ആ പർവ്വതം എന്ന് പറയുന്നത് ജീവനെ പർവ്വതീകരിക്കുന്ന ടവറാണ്. ആ ജീവനെ പർവ്വതീകരിക്കുന്നത് മാരിയെ തരുന്നത്, അതായത് കാറ്റിനെ തടഞ്ഞു നിർത്തി ഇന്ദ്രധനുസ്സിനെ കുലച്ച് ഈ കാറ്റിനെ തടഞ്ഞു നിർത്തി മഴയെ പെയ്യിച്ച് മാരിയെ പെയ്യിച്ച് മാരിയെ കുമാരിയാക്കി ജീവലോകത്തെ സംരക്ഷിക്കുന്നത്. അതാരാണോ ആ ജോലി ചെയ്യുന്നത് അത് പർവ്വതകുമാരന്മാരാണ്. ജീവനെ പർവ്വതീകരിക്കുന്ന പാർവതിയുടെ തനയനായിരിക്കുന്ന ശൈവ പുത്രനാണ്. മോഹിനി പുത്രനായിരിക്കുന്ന സാക്ഷാൽ ശാസ്താവ്, ശബരിമല ശാസ്താവ്. അവിടെ ഈ പർവ്വതകുമാരന് പൂജ നടക്കുന്നുണ്ടല്ലോ. ഉണ്ട്. പർവ്വതകുമാരന്മാർക്ക് പടിപൂജ എന്ന് പറയുന്നത് പർവ്വത പൂജയാണല്ലോ. അതെ.
ഓരോ പർവ്വതങ്ങള് ആ ഓരോ പടിയും സുബ്രഹ്മണ്യ ദേശങ്ങളാണ്. അപ്പോ ആ ഓരോ പർവ്വത പൂജയും പടിപൂജകളാണ്. ഓരോ പടിയും ഓരോ സുബ്രഹ്മണ്യ ദേശങ്ങളെയാണ് പ്രതിനിധീകരിക്കുന്നത്. അതായത് ഇതിനകത്ത് തെറ്റായിട്ടൊന്നും വ്യാഖ്യാനിക്കേണ്ടതില്ല. സുബ്രഹ്മണ്യൻ എന്ന് പറഞ്ഞാൽ മൗണ്ടുകളാണ്. ഈ മൗണ്ടുകൾ ഇല്ലായിരുന്നുവെങ്കിൽ, സുബ്രഹ്മണ്യൻ ഇല്ലായിരുന്നുവെങ്കിൽ ഗണപതി ഉണ്ടാകില്ല. ജീവഗണങ്ങളുടെ പതിയായിരിക്കുന്ന ഗണപതി എന്ന് പറയുന്ന ശിവന്റെ രണ്ടാമത്തെ തനയൻ ഉണ്ടാവുകയില്ല സുബ്രഹ്മണ്യൻ ഇല്ലെങ്കിൽ.